ചന്ദ്രൻ നെക്സ്റ്റ് ലെവലാണ്. അതുകൊണ്ട് അവൻ്റെ അടുത്ത് ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കെയർഫുൾ ആയിട്ട് വേണം ഡീൽ ചെയ്യാൻ. ഞങ്ങളൊരു മിഷനിലാണ്. നീ എന്തിനാ ഈ കണ്ണൊക്കെ വെക്കുന്ന ശരിക്കും? എനിക്കറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നർക്കോട്ടിക് ഇസ് എ ഡേർട്ടി ബിസിനസ്. ഹലോ ഇല്ല 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 അവൻ എവിടെയോ ഉറപ്പാണ്ടാ, മുതുക്കിൽ ഇരിക്കാം. വറുത്ത് കുറച്ച് 5 minutes ആകും. ശരി, നമുക്ക് കുറച്ച് ഫ്രണ്ടിലോട്ട് നിൽക്കാം. ഇവിടെ എല്ലാവരും ആൾക്കാർ വരും. അന്നേരം അവനെ ജസ്റ്റ് വിളിച്ചിട്ട് ഫ്രണ്ടിൽ ഒരു പോസ്റ്റൽ പറഞ്ഞു കൊടുക്കാം. വെയിറ്റ്. ബട്ട് യു ആർ ദ ട്രൂ ലീഡർ. സത്യം, ഐ എം ഇംപ്രസ്ഡ്. ഐ എം ഫക്കിംഗ് ഇംപ്രസ്ഡ് ബൈ യുവർ ഡിസിഷൻ. தேங்க் யூ. என்னோட ஒரு எதனால நான் உனக்கு என்னடா இவங்க கத்திடா கத்திடா. സൂപ്പർ. ഇല്ല ഇപ്പൊ രസിക്കണ്ട. കോച്ച് പറഞ്ഞ I am so impressed. I am so happy that I have a best leader in the world. സത്യം. സി ചന്ദ്രനുക്കാக നീ അവിടെ ഒരു IQ മൂവ് ചെയ്ത് പറ്റല്ല. ഒബ്വിയസ്ലി ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം നമ്മള് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ പറയാണ്, നമ്മൾ ഇത് രണ്ടുപേരും ഇതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് ഇതില് ലാസ്റ്റ് പ്രൂവ് ചെയ്യാൻ നേരം ചന്ദ്രൻ ഇതിനകത്തുണ്ടെങ്കിൽ അവർക്ക് TVക്കെതിരെ ഒരു ആക്ഷൻ എടുക്കാം. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇത്രയും കാര്യത്തോടൊക്കെ അവരുടെ അടുത്ത് പോയി സംസാരിച്ചിട്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരാളുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ വോയിസ് ഇല്ലാതാവും. സോ ഇൻ റിട്ടേൺ നമുക്ക് എന്ത് വേണം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മിസ്റ്റർ എക്സ് നമ്മളെ നേരിട്ട് കാണണമെന്ന് പറഞ്ഞത്. മനസ്സിലായ? ഇൻ റിട്ടേൺ നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് ആൾക്കാർ, നമ്മൾ കുറച്ച് നാൾ ഇനാക്റ്റീവ് ആയിരുന്നു, നമ്മുടെ സൈഡിൽ നിന്നുള്ള മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനൊരു ഇത് വേണം. ഇത് ബാക്കി നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യം മാത്രം നമുക്ക് അവിടെ ചെയ്യുള്ളൂ. അപ്പാർട്ട് ഫ്രം നമുക്ക് ഒന്നും അവിടെ ആവശ്യപ്പെടാൻ പറ്റത്തില്ല. സോ ഇനി നമുക്ക് ധൈര്യമായിട്ട് ഇനി നമുക്ക് ധൈര്യമായിട്ട് ഒസാമയെ പിടിച്ചാലും അവർ ഡയറക്റ്റ് പിടിച്ചാലും ഒസാമയുടെ വായിന്ന് എന്ത് വന്നാലും നമുക്ക് ഒരു പ്രശ്നവും ഇല്ല. മനസ്സിലായോ? ഇനി നമുക്ക് അത് ഇത് കൺസേൺ ആവേണ്ട ആവശ്യമില്ല. ഇനി ഒസാമെ അവർ ഡയറക്റ്റ് പിടിച്ചാലും ഇത് നമുക്ക് ഒസാമെ നമ്മൾ തൂക്കി കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഫീഡ് ചെയ്യിപ്പിക്കേണ്ടി വരും. അതെന്തായാലും അവൻ അവിടെ പറയൂല. അവൻ എന്തായാലും പെടുമെന്ന് അവൻ അറിയാം. അപ്പൊ പോകുന്നതിന് മുമ്പ് അവൻ നമ്മളെ കൊണ്ടുപോകാൻ നോക്കും. അതിനൊരു കൗണ്ടർ അത്രേ ഉള്ളൂ. നമുക്ക് അത്രയും മതി ഇപ്പൊ കറന്റ്. ഈ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കും കോച്ച്. 1003 ആരാന്ന് എനിക്ക് അറിഞ്ഞൂടാ. നെക്സ്റ്റ് ലെവൽ ചന്ദ്രൻ, അത് மட்டும் എനിക്കറിയാം. കേട്ടില്ല. നെക്സ്റ്റ് ലെവൽ ചന്ദ്രൻ, നെക്സ്റ്റ് ലെവൽ மட்டும் എനിക്കറിയാം. ചന്ദ്രൻ നെക്സ്റ്റ് ലെവലാണ്. எல்லாமே എത്ര പിള്ളേർ தெரியுமா അവൻ പിന്നാടി. ഞാനൊരു കാര്യം പറയട്ടെ, അവൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കണ ഒരു ചെയിൻ ഉണ്ട്. മനസ്സിലായ? അത് കുറച്ച് അധികമാണ്. എനിക്ക് അങ്ങനെ ആരെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചാൽ അത് പറയാൻ എനിക്ക് TVയിലെ പിള്ളേരാണ്. പക്ഷെ അവൻ അതല്ല, അവൻ അതിന് പുറത്ത് വേറൊരു കണക്ഷൻ ഉണ്ട്. മനസ്സിലായ? സത്യം. അതുകൊണ്ട് അവൻ്റെ അടുത്ത് ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കെയർഫുൾ ആയിട്ട് വേണം ഡീൽ ചെയ്യാൻ. ക്ലിപ്പായെന്ന് ആർപ്പിയാകുമ്പോ അങ്ങനെ മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും വരണം. அனலைஸ் பண்றேன்னா சந்தன் இஸ் ஒன் ஆஃப் தி பெஸ்ட். ഇത് மட்டும் അനലൈസ് பண்ணிட்டு നമ്മളോட വീട്ടില്. പക്ഷെ ഉണ്ടല്ലോ, അവൻ ഈ ബുദ്ധി എല്ലാം കാണിക്കുന്നത് നമുക്കെതിരെ എന്തെങ്കിലും ചെയ്യാനാ. ഇത് വേറെ ഗ്യാങ്സിനെതിരെ ചെയ്യൂല. അതാണ് ആ മണ്ടന്റെ കുഴപ്പം. മനസ്സിലായ? വേറെ ഗ്യാങ് ആരെങ്കിലും വന്നാ ഇവൻ ബുദ്ധി ഇല്ലായ്മ കാണിക്കും. മറ്റേ മന്ദബുദ്ധി ചന്തിയിൽ ബ്രെയിൻ അമ്മാരും എടുക്കും. നമുക്കെതിരെ എന്തെങ്കിലും ചെയ്യുമ്പോ 100 കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യും ബുദ്ധി ഇല്ലാത്തവൻ. അതാണ് അവന്റെ ഏറ്റവും വലിയ പ്രശ്നം. കോച്ച്, നമുക്ക് ഈ ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് ഇതുപോലെ കോച്ചിന് ഞാനൊരു ഇത് തരാം. കോച്ചിന് ഒരു 2-3 പേരെയും കൂടെ കണ്ടുപിടിക്കാം. 2-3 പേരെയും കൂടെ കണ്ടുപിടിച്ചിട്ട് ഈ എക്സ്ചാറ്റിൽ ആരൊക്കെ ഗണ്ണ് വിൽക്കാനിടുന്നു, എവിടെ നിന്നൊക്കെ ഇൻഫർമേഷൻ കിട്ടുന്നു, അവിടെ എല്ലാം പോയി ഇത് ആരാ കൊടുക്കുന്നതെന്ന് ജസ്റ്റ് അറ്റ്ലീസ്റ്റ് കണ്ടുപിടിക്കണം. ഇത് ആരാണ് കൊടുക്കുന്നത്, എന്താണ്, സിറ്റിസൺ ആണോ ഗ്യാങ് ആണോന്ന്. ഗ്യാങ് ആണെങ്കിൽ ഒന്നും സംസാരിക്കാൻ നിൽക്കണ്ട. ഗ്യാങ് ആണെങ്കിൽ പിന്നെ അങ്ങനെ ആണെങ്കിൽ ഇൻ കേസ് അത് ഗ്യാങ് ആണെങ്കിൽ സിറ്റിയിലെ ആരെങ്കിലും ഒരാളെ കൊണ്ട് ഏതെങ്കിലും ഒരു സിറ്റിസണിനെയും കൊണ്ട് അവിടെ പോകണം. എന്നിട്ട് സിറ്റിസണിന്റെ കയ്യിൽ നിന്ന് ഈ ഗണ്ണ് ഇവരുടെ കയ്യിൽ കൊടുക്കുന്നത് ഗ്യാങ് ആണെങ്കിൽ കൈ കൊടുക്കുന്നത് ഒരു വീഡിയോ ആയിട്ട് എടുത്തു വെക്കണം.
ഓക്കെ മനസ്സിലായ? അത് നമുക്ക് മനസ്സിലായി, പ്രൂഫ് വേണം. സിറ്റിസന്റെ കയ്യിൽ ഹാൻഡ് ഓവർ ചെയ്യുന്നതിന്റെ ഉള്ള പ്രൂഫ് വേണം നമുക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓക്കെ ഗ്യാങ്സിന്റെ ലിസ്റ്റ് കിട്ടും. മനസ്സിലായ? കൺഫേം ആയിട്ട് ഓക്കെ, സെറ്റ് ആക്കാം. ഒന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, സിറ്റിസൺ ആണ് കിട്ടുന്നതെങ്കിൽ അവനെ തൂക്കണം. സിറ്റിസൺ ആണ് ഈ ഗണ്ണ് വിൽക്കുന്നതെങ്കിൽ അവനെ തൂക്കിയിട്ട് അവൻ ഈ ഗണ്ണ് കിട്ടുന്നത് എവിടെയാണെന്ന് അവൻ തന്നെ കണ്ടുപിടിക്കണം. അവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം. இதோ இப்ப வரானே ஒரு சிட்டிசன், அவனை வச்சு பாத்துக்கலாம். ആ ഹലോ பாஸ் ബ്രോ, ഗണ്ണ് സിറ്റിസൺ ആണോ ഫാമിലി ആണോ? ഞാൻ സിറ്റിസൺ ആണ്. ഈ ഗണ്ണ് എവിടുന്ന് കിട്ടുന്നേ? ഗണ്ണ് ഒരു ചെറുക്കൻ തരാന്ന് പറഞ്ഞു. അപ്പഴത്തേക്ക് കമ്മീഷന് തരാന്ന് പറഞ്ഞു. അപ്പോ എടുക്കാന്ന് പറഞ്ഞു. തരാന്ന് എക്സാക്ട് കിട്ടും. ഈ ചെറുക്കന്റെ പേരെന്താ? ചെറുക്കന്റെ പേര് എന്താ? ഇങ്ങനെ മെൽവിനാ? അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? ആ മെൽവിനാ? இல்ல நீதான் சொல்லணும். ഇതിലൊരു ഒരു ഒരു വിശ്വസനീയത ഇല്ലല്ലോ ഈ ഒരു കഥയില്. ആ അതായത് മെൽവിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറുക്കനാണെന്ന് തോന്നുന്നു. അവനാണ്. നിന്റെ പേരെന്താ? ആ എന്റെ പേര് സൈഫർ. ഞാൻ നിന്റെ അടുത്ത് എത്ര കണ്ണ് ഉണ്ടെന്ന് ചോദിച്ചപ്പോ നീ എത്ര വേണമെങ്കിലും 10 കണ്ണും 20 കണ്ണും എന്ന് പറഞ്ഞായിരുന്നു. 10. അതെ 10 ആണെങ്കിൽ അവന് ചോദിച്ചാൽ തരുമായിരിക്കും. അവന് നേരത്തെ അവന്റെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. എന്തോ 5 CR കൊടുത്തപ്പോഴത്തേക്ക് അവന് എനിക്ക് കുറച്ച് തന്നായിരുന്നു. ബ്രോ, ഞാൻ ഒരു കാര്യം 5 CR അല്ല, ഒരു ഈച്ച് ഗണ്ണ് 5 CR തന്നായിരുന്നു. ഞാൻ ഒരു കാര്യം പറയാം. ഞങ്ങളൊരു മിഷനിലാണ്. ഞങ്ങള് എന്റെ ഗ്യാങ്ങിൽ ഒരു 10-35 പേരുണ്ട്. ഞാൻ ഇപ്പൊ റേഡിയോയിൽ വിളിച്ചു പറഞ്ഞാൽ അമ്മമാരെല്ലാം അവിടെ വന്ന് നിന്നെ തൂക്കി എടുത്തോണ്ട് പോകും. എനിക്ക് ഇതിനൊന്നും എനിക്ക് ഇതൊന്നും താല്പര്യമേ ഇല്ല. നമുക്കൊരു ഫ്രണ്ട്ലി ടോക്ക്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതാണ്. കാരണം ഞങ്ങൾക്ക് ഈ സിറ്റിയില് സിറ്റിസൺസിന്റെ കയ്യിൽ ഗൺ എങ്ങനെ സെയിൽസിന് എത്തുന്നു എന്നുള്ളൊരു കാര്യം അറിയണം. അതെ, ഞാനൊരു 5 CR ഈച്ച് ഗണ്ണ് വാങ്ങിച്ചിട്ട് വാങ്ങിച്ചാ. പിന്നെ ഇച്ചിരി എക്സ്ട്രാ കൊടുത്തപ്പോഴത്തേക്കും വേണ്ടി തന്നു. അങ്ങനെയാണ്. ഇപ്പൊ വാങ്ങിച്ചല്ല, കൊറേ മുന്നല്ലേ വാങ്ങിച്ച. ஓகே യെസ്, അത് പിന്നെ കയ്യിലുള്ളോണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന്. ആ ചെറുക്കൻ എപ്പടി ഉനക്ക് தெரியும்? എപ്പടി ഈ ചെറുക്കന്റെ പേരെന്താന്ന് പറഞ്ഞേ കറക്റ്റ് ആയിട്ടൊന്ന്. ഞാനിതുപോലെ ഒരു ദിവസം AR സെല്ലിനുണ്ടോന്ന് ചോദിച്ചിട്ട് അവന് എക്സ്റ്റാർട്ടിൽ ഇടുന്നുണ്ടായിരുന്നു. അപ്പോ അവന്റെ റേഡിയോയിൽ ജോയിൻ ചെയ്ത. എന്നിട്ട് അവന് അപ്പൊ കൂടുതലായിരുന്നല്ലോ ARന്റെ പ്രൈസ്. അപ്പൊ കൂട്ടി വാങ്ങിച്ചു. പിന്നെ അതിനുശേഷം ഇങ്ങനെ കുറച്ച് തരുവാണേലും വാങ്ങിക്കാന്ന് പറഞ്ഞു. അപ്പൊ അവന് കുറച്ച് വാങ്ങിക്കുന്ന. ഈ പറയണതിൽ എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ? പറയുന്നതില് പ്രൂഫായിട്ട് ഒന്നുമില്ല. ഒന്നുമില്ല. ഇല്ല. നിന്റെ ഇപ്പൊ എത്ര കണ്ണുണ്ട്? എന്റെ ഒരു 7 ഉണ്ടാവും. ഈ 7 ആ ഓക്കെ. ഈ ഗണ്ണിന് എത്ര രൂപ വെച്ച് വേണം നിനക്ക്? ഈ കണ്ണ് ഞാൻ നേരത്തെ എത്രയൊക്കെ എടുത്ത? 12-13 എടുത്തയാ നേരത്തെ. എനിക്കൊരു 3.5 CR ബ്ലാക്ക് കിട്ടിയാലും മതി. 3.5 CR ബ്ലാക്ക്. நான் black தரேன். കോച്ച് ഒരു കണ്ണ് മേടിച്ചു എൻ്റെ டேய் எனக்கு ஒன்னா 7 മേടിച്ചിരുവാ. ഇല്ലല്ല, ഒരെണ്ണം മതി. ഓക്കെ. അല്ല, ജസ്റ്റ് ഒന്ന് എനിക്ക് നിന്റെ കണ്ണൊന്ന് തരുമോ? ഓക്കെ. டேய் எனக்கு நீ 7 கண்ணையும் என்கிட்ட கொடுக்க முடியுமா? ஒரு நிமிஷம். അതെ, ജസ്റ്റ് ഒന്ന് തന്നാ മതി. എന്റെ കയ്യിലിപ്പ ഇല്ല, ഇത് ഒരെണ്ണം ഉള്ളു. சரி, மத்த கன்லாம் எங்க வச்சிருக்கடா? அது ஒருத்தன்ட்ட இருக்கு. ஒருத்தன் யார் அது? அவன் இன்னைக்கு சிட்டியே வரல, நான் அவனை தான் தேடிட்டு இருக்கேன். அவன் பேர் என்ன? அவனை காணும், சிட்டில காணும். சரி, அவன் பேர் என்ன? அவன் மெல்வின். அவன் தான் மெல்வின். மெல்வின், ஓகே. எஸ். அவன் கிட்ட தான் அவன் தான் விக்கிறான்னு சொன்னேன். அவன் கிட்ட தான் 6 கண்ணும் இருக்கா இப்ப வந்து. அதான் அவனை தான் தேடிட்டு இருக்க. അപ്പൊ ബാക്കി 6 കണ്ണ് 7 കണ്ണ് അവന്റിലാണോ? അതെ. ഓക്കെ.
ഒരു സെക്കൻഡ്, കാര്യങ്ങൾ അങ്ങോട്ട് കറക്റ്റ് ആവുന്നില്ലല്ലോ, അതാണ്. ഇത് പേസ് ചെയ്യുന്ന കൺട്രോൾ ചെയ്യണം. ഇതിനേക്കാളും വലിയ ഗൺസ് ഒക്കെ കയ്യിൽ വെച്ചിട്ട് നടക്കുന്നവരുണ്ടല്ലോ. யாரு? അല്ല, ഞാന് നിനക്ക് ആരെങ്കിലും പറ്റി അറിയാമെങ്കിൽ പറ. നിന്നേക്കാളും മുകളിൽ ഗണ്ണ് വെക്കുന്ന ആരെങ്കിലും ഒക്കെ അറിയാമെങ്കിൽ പറഞ്ഞു, കുഴപ്പമില്ല. നമ്മള് നിന്നെ എന്തായാലും ഒന്നും ചെയ്യാൻ പോണില്ല. അല്ല, ഞാൻ അറിഞ്ഞതാണ്, അല്ലാണ്ട് എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല. അറിയാമെങ്കിൽ പറ, പേര് പറഞ്ഞോ. உன்னோட ஃபுல் சேஃப்டி என் கையிலடா, நான் பாத்துக்கிறேன். உனக்கு என்ன தெரியுமோ சொல்லு. നിനക്ക് ഞങ്ങളിപ്പോ ഈ ഗണ്ണൊക്കെ എടുത്ത് പോകുന്നുള്ളതാണെങ്കിൽ പക്ഷെ நீ யாரையோ ஒருத்தன் உன்னை வந்து சுட்டுட்டான், வார்ல நீ வந்து சுட்டுல. ஹலோ, உன்னை யாரோ ஒன்னு வந்து சுட்டுட்டான், அதனால வார்ல எனக்காக சுடுமாமான்னு வந்து என்கிட்ட சொன்னியே, அவனை நான் சுட்டு கொடுத்தல, அதுக்காக இப்ப சொல்லு. ஓகே, ரிட்டர்னுக்காக நான் எதுவுமே கேட்டதில்ல. இப்ப அப்படியா? சுட்டியா மாமா நீ? ஆமா, பின்ன எல்லா வாரம் நம்ம தான் ஜெயிச்சு. ഇന്നലത്തെ വാറോടെ ചേർത്ത് 10 സ്ട്രീക്കാണ് ശരിക്കും പറഞ്ഞ. 10 സ്ട്രീക്കിൽ TV ഇതുവരെ എന്തായാലും ഡൗൺ ആയിട്ടില്ല. ഇനി വീണാലേ ഉള്ളു. വീഴുമ്പോ അങ്ങ് വീഴട്ടെ. ശരിക്കും പറഞ്ഞാൽ ഞാനിന്ന് ഞാനിപ്പോ സംസാരിക്കുന്ന ഒരു സ്റ്റേജിലല്ല. ഞാനൊന്ന് ചെറുതായിട്ട് സിറ്റിയിലൊന്ന് തല കാണിക്കാൻ വേണ്ടിട്ട് വന്നയാ. മനസ്സിലായി? അല്ല, ഞാൻ ഇത്ര ചോദിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് നീ ഇപ്പൊ എന്തായാലും ഈ ഗണ്ടീലില് ഗണ്ണ് വെക്കുന്ന കൂട്ടത്തിൽ ഒരു ചെറിയ ഒരു ആളാണെന്ന് നമുക്ക് എന്തായാലും അറിയാം. സോ ഇതിനകത്ത് ആരെങ്കിലും നിനക്ക് ഇതിനു മുമ്പ്, നീ ഇപ്പൊ ഈ ഇതിനൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് നിനക്ക് ഗണ്ണ് ആവശ്യമുള്ള സമയത്ത് നീ ആരെയാ കോണ്ടാക്ട് ചെയ്തോണ്ടിരുന്നേ? ഞാന് ഇതിപ്പോ എങ്ങനെ പറയാം, നിങ്ങളാരേലും തല്ലാണോ? തല്ലാണ് ആർബിയായിട്ട് പറഞ്ഞാൽ മതി. അല്ല, ഞാനിപ്പോ പറയുന്നോണ്ട് പിന്നെ അല്ല, ഞാന് പിന്നെ പറയാം. ഞാൻ ശരിക്കും പറയുന്നൊരു അല്ല, ഉനക്ക് തെരിയൂല, ആൾറെഡി ഡൗൺ സ്റ്റേജ്, യുനോ ദാറ്റ്. சரி பரவாயில்ல, டவுன் ஸ்டேஜ்னா ஏஞ்சி வெளில வா. അല്ല, ഞാൻ ഒരു കാര്യം പറയാം. ഈ സിറ്റിയിലെ ഒരു സിറ്റിസന്റെ അടുത്ത് ഞങ്ങൾ രണ്ടുപേരും ഇത് അന്വേഷിക്കുന്നുണ്ടെന്ന് ഞാൻ ഒരേ ഒരു സിറ്റിസന്റെ അടുത്തേ പറഞ്ഞിട്ടുള്ളൂ, അത് നിന്റെ അടുത്താ. സോ ഇത് ഞങ്ങൾ അന്വേഷിക്കുന്നു വേറെ ആരെങ്കിലും അറിഞ്ഞതായിട്ട് വന്നാൽ ഞങ്ങൾക്ക് ഉറപ്പാണ് അത് നീ മാത്രമേ വെളിയിൽ പറയത്തുള്ളൂ. നിങ്ങൾക്ക് എന്നെ അറിയാമെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞുതരാം. ഒരു ദിവസം മുതുക്കിന്റെ അപ്പുറത്ത് വെച്ചിട്ട് തോക്കെടുത്തിട്ട് അടിക്കാൻ വന്നപ്പോ ഷെയ്ക്കിന്റെ ആളെന്ന് പറഞ്ഞിട്ട് ഓടി ഓർമ്മയുണ്ടോ? ഓക്കെ, ഓർമ്മയുണ്ട്. മറ്റേ മുതുക്കിന്റെ അപ്പുറത്തെ സൈഡില് അടിക്കില്ല. മനസ്സിലായി. ഞാൻ പറഞ്ഞ അതല്ല, നീ ഈ കാര്യങ്ങൾ ഞങ്ങൾ ചോദിച്ച കാര്യങ്ങൾ ദൈവം നീ ആരുടെ പറയണ്ട, മനസ്സിലായ? ഇല്ല. അതിന് ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാനാണെങ്കിൽ നീ എന്തിനീ ഗണ്ണൊക്കെ വിൽക്കുന്ന ശരിക്കും പറഞ്ഞ എന്റെ കയ്യില് ഉണ്ടായിരുന്ന ആ 2 തൂക്ക് വിൽത്തിട്ട് എന്റെ അടുത്ത് ഒരു 58 CR ഉണ്ട്. അത് ഒരു 60 CR ആക്കി, 60 അല്ല, ഒരു 70 CR ആക്കിട്ട് ഒരു വണ്ടി എടുക്കാനായിരുന്നു. ഒരു വണ്ടി എടുക്കാൻ നീ പറയുന്ന വണ്ടിയാ മേടിച്ചു തരും ഇതിന്റെ കാര്യത്തില് ഞങ്ങളുടെ കൂടെ നിന്ന. ഓക്കെ, അതിന് നിനക്ക് ഗണ്ണ് വെക്കേണ്ട ആവശ്യം വരത്തില്ല, അത് ഞാൻ ഉറപ്പ് തരാം. ഓക്കെ, അതാണ് എൻ്റെ ഓഫർ. നിനക്ക് എന്ത് വണ്ടിയോ എന്ത് വേണമെങ്കിലും ഞങ്ങൾ മേടിച്ചു തരാം. പക്ഷെ ഞങ്ങൾക്ക് ഇതിന്റെ മെയിൻ ഡീലറിനെ, മെയിൻ ആൾക്കാരെ അറിയണം. കോച്ചിന് കൊടുത്താൽ മതി. മാമി ശരണം. ஓகே இல்ல சைஃபர்? ஓகே. டவுன் டைம்ல ஏஞ்சி மேல வரணும்னா ஒரு காரியம் நீ செய்யணும், മനസ്സിലായാ? അതെന്താ ഞാൻ എന്തെങ്കിലും പറഞ്ഞു? ഞാൻ തെരുവെല്ലാം പറഞ്ഞു. செய்யாத கீழே விழுந்துட்டேன் கீழே உட்கார கூடாது, ஏஞ்சி வெளியில வா. വണ്ടിന്നാണ് ഞാൻ പറഞ്ഞേ. ലെറ്റ് മീ ട്രൈ. വണ്ടിന്നാ പറഞ്ഞേ. എടാ ഞാൻ വണ്ടിന്നാ പറഞ്ഞേ. சரிடா, ஓகே. அந்த இன்னொருத்தன் வந்தானே எனக்கு கால் பண்ணு, நான் வரேன். ஓகே. Thank you. ഓക്കെ. വസൂണ്ണല്ലേ? ഓക്കെ. പക്ഷെ ഈ നമ്പറിലെ ആരൊക്കെയോ കിടന്ന് വിളിക്കണം, ആരൊക്കെയോ എന്തൊക്കെയോ ഇതാക്കുന്നുണ്ട് കേട്ടോ. അതെന്താ ഒരു പിടുത്തം കിട്ടും. ഇതൊക്കെ ഏത്? അതാ ഞാൻ പറഞ്ഞേ, രാജുഭായൊക്കെ. ഹലോ
സഹോദര കേക്കോ? ഹലോ ഹലോ ഗൺ ഇതൊക്കെ ആരോ ഇതൊക്കെ. ഹലോ കഞ്ചാവാണ്. മൈക്കില്ലാത്തവനാണോ? ഹലോ ഇതാരാ? ആ പറഞ്ഞോ കഞ്ചാവ് കുഞ്ചു. ബ്രോ ഞാനൊരു ബിസിനസിന്റെ ഒരു ഇതാൻ വേണ്ടിട്ട് ഞാൻ വന്നതാണ്. ആ എന്തായിരുന്നു ബിസിനസ്? അല്ലാതെ ചെറിയ ഇല്ലീഗലാണ് പ്രശ്നമുണ്ടോ? ഇല്ലീഗലായിട്ട് എന്താണ് സംഭവം? എന്താണ്? അല്ല എന്റെ പേരിൽ തന്നെ ഇല്ല സാധനമാണ്, അപ്പൊ അത് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ്. എനിക്ക് കേൾക്കുന്നില്ല സഹോദര, പറയണതൊന്നും കേൾക്കുന്നില്ല. അതായത് എന്റെ പേരിൽ വെച്ചിട്ടുള്ള ഒരു സംഭവം ചെയ്യാനാണ് വെച്ചാല് നമ്മളെ ഞാൻ പറയാം ബ്രോ, ഞാൻ ചോദിച്ചോട്ടെ, ഈ കഞ്ചാവ് നമുക്ക് ഇതാക്കാൻ പറ്റുമോ? മീൻസ് മനസ്സിലായോ? എനിക്കറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നർക്കോട്ടിക് ഇസ് എ ഡേർട്ടി ബിസിനസ്. അത് നർക്കോട്ടിക് അതറിയാം, പക്ഷേ ആ ഒരു അത് ഈ ഇത് ചെയ്യാൻ വാസ്തു ചെയ്യില്ല, വേണ്ടിട്ടാ. നീയും ചെയ്യില്ല, അല്ല ഞാൻ ചെയ്യുന്നില്ല പോലെ. അത്രേ ഉള്ളൂ. എന്തൊക്കെ വാസു നെടുമ്പള്ളി. ഹലോ അണ്ണനാണ് ഇതിലിപ്പോ പറന്നു പോയത് മിന്നൽ പോലെ വീണ്ടും. അതെ. അവിടെ ലിഫ്റ്റ് തരുമോ? ഓ ദേവര് ദേവര്. ഇതന്നെ എടാ ഒരു മിനിറ്റ്. ഇതിനകത്ത് കോച്ച് നിനക്ക് കോച്ചിനെ കാണുന്നുണ്ടോ ഇതിനകത്ത്? നോക്കിയേ. കോച്ചുണ്ട്. ആ ഓക്കെ 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 ഓക്കെ. യൂസിട്ടാണോ കോച്ച് കേക്കാവോ? സോറി വന്നിട്ട് ആ ഓക്കെ ഓക്കെ ഓക്കെ. കോച്ച് അവനോട് കേട്ടെ. ஏய் நீ எங்கிட்ட சுத்திட்டு இருக்க? பைக் ரைட் மவுண்ட் சிட்டில பைக் ரைட் போறோம். நமக்கு எவ்வளவு பெரிய டார்கெட் இருக்கு, அதை விட்டுட்டு கூட இல்லாம எங்கடா பைக் കോച്ച് ரைட்? നമ്മളൊന്നും വിളിച്ചില്ലല്ലോ കോച്ച്. നീ പോയി ഗേൾഫ്രണ്ടോടെ ഡിസ്റ്റർബ് ചെയ്യില്ല. നിനക്ക് കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ട് ഇന്ന്. ഞാൻ നിന്നെ വിളിക്കുന്നത് നീ അവളുടെ കൂടെ ആയതുകൊണ്ട്, പിന്നെ നീ അവളുടെ കൂടെ നിൽക്കുന്നോണ്ട് പിന്നെ ഇതൊക്കെ വിളിക്കാൻ നമുക്ക് കുറച്ച് പരിപാടികൾ ചെയ്ത് തീർക്കാറുണ്ട് കേട്ടാ. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ കോച്ചിന്റെ കൂടെ ഒരു ഡ്യൂട്ടി കൂടെ തരാം സ്റ്റീവേ. എപ്പം നീ ഇതിനകത്ത് കയറിയാലും സിറ്റിയിൽ ആര് ഗൺസ് വെക്കുന്നു അവരെ എല്ലാം കോണ്ടാക്ട് ചെയ്ത് ജസ്റ്റ് അവരുടെ അടുത്തൊന്ന് പോകണം. ഓക്കെ 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 മനസ്സിലായി? ഈ ഗണ്ണ് വെക്കുന്നത് സിറ്റിസൺ ആണോ ഇതാണോ എന്ന് ജസ്റ്റ് ഒന്ന് അറിയണം നമുക്ക്. ഓക്കെ 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 സെറ്റ്.